ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ വാർഡ് എടുത്തേക്കണത് നമ്മൾ വാർഡൊക്കെ സെറ്റായി ദീപണ്ണ് PR സംസാരിക്കാൻ പോയി എന്തോ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 3-4 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് എക്സസൈസ് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്നൊന്നും മാറുന്നു പ്രതീക്ഷിക്കേണ്ട. ഒരു 2 മാസം വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് കാരണം മസിൽസ് ഫുൾ ടൈറ്റൊക്കെയാണ്. അപ്പോൾ നമുക്കിത് പതിയെ റിലാക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് വല്ല വർക്കിനും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. എടുത്ത് ചാടി ഒന്നിനും പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമുക്ക് ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് നമുക്കിങ്ങനെ നിൽക്കാം. എക്സസൈസ് ചെയ്യണം. രാവിലെ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫിസിയോതെറാപ്പിൻ്റെ അവിടെ പോയിട്ട് ചെയ്യാനുള്ളതുണ്ട്. മെഷീൻ റീസെല്ലാം എന്തൊക്കെ സാധനം ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വോളിയം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. മൈക്കൊക്കെ വീട്ടിലാണ്. അപ്പോൾ ദീപണ്ണം ഭക്ഷണം കൊണ്ടുവരാൻ എന്തായാലും വീട്ടിൽ പോകണം. അപ്പോൾ വീട്ടിൽ പോയി വന്നിട്ട് മൈക്കൊക്കെ എടുത്തിട്ട് വരും. അപ്പോൾ നമ്മളെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണവർക്ക് നമുക്ക് ചെറിയ വ്ളോഗ് ചെയ്യാം. കാരണം നല്ല പെയിൻ ഉണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത് വെച്ചിട്ട് നമ്മളെ ചാനൽ ഡെഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മളെ വീഡിയോയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. നമുക്കിങ്ങനെ നേഴ്സുമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാരുടെ മുന്നിൽ നിന്ന് വീഡിയോ കൊടുത്തിട്ട് ശീലമില്ല. നമുക്ക് വഴിയൊക്കെ കാരണം നമുക്കൊരു ചെറിയതായിട്ടൊരു ചമ്മൽ പോലെ ഇങ്ങനെ സിസ്റ്റർമാരൊക്കെ വരുമ്പോൾ വീഡിയോ വർത്താനൊക്കെ പറയാം. അതൊക്കെ മോശപ്പെട്ട പരിപാടിയല്ലേ. കുറച്ച് ഫേമസൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നാർത്തും വിളിച്ചൊക്കെ നടക്കുകയാണ്. അപ്പോൾ ദീപണ്ണ് എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സിസ്റ്റർ വന്നാണ്. അതുകൊണ്ടാണ് എന്താണെന്ന് വെച്ച് പറഞ്ഞത്, വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടും ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ വലിയ നിർദ്ദേശങ്ങൾ താഴെ കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടെ. നാളെ മുതൽ നമുക്ക് നല്ല വീഡിയോ എടുക്കാം. അപ്പോൾ ഹോസ്പിറ്റലല്ല, അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഇനി ദീപണ്ണ് ഇപ്പോൾ സമയം 5:15. ഇനി ദീപണ്ണ് അവിടെ നിന്ന് വന്ന് വീട്ടിലേക്ക് എത്തി ഫുഡായിട്ട് ഇവിടെ വരണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവം കെട്ടിയത് മുതൽ കഷ്ടപ്പാടാണ് എല്ലാവർക്കും ഞാൻ കാരണം. അപ്പോൾ ഒന്നും നമ്മൾ വരുത്തി വെക്കണമെന്നല്ലല്ലോ. ഒക്കെ മേലിരിക്കുന്ന ആൾക്കാർ തരിക, നമ്മൾ അനുഭവിക്കുക, നമ്മളെ കൂടെ ഉള്ളവരും അതിന് വേണ്ടി കഷ്ടപ്പെടുക. അത്ര തന്നെയുള്ളൂ. ഒക്കെ മാറി നല്ല ദിവസവും നല്ല സമയമൊക്കെ വരും. അപ്പോൾ നമ്മുടെ മച്ചന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ. നമ്മളൊരു വട്ടം വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് പോയതാണ്. അപ്പോഴത്തേക്ക് ദീപണ്ണ് പോയി സംസാരിച്ച് വന്നു. അപ്പോൾ ദീപണ്ണിനെ അവിടെ അറിയുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ദീപണ്ണ് ഇതാ അവിടെ വന്നിട്ടുണ്ട്. ദീപണ്ണ് അവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഫിസിയോതെറാപ്പിൻ്റെ അവിടെ മൂപ്പര് പറഞ്ഞത് ചെയ്തു. പിന്നെ അവിടെ പോയി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ദീപണ്ണ് എന്തെങ്കിലും പറയും? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഷോക്ക് അടിച്ച് ഞാൻ ഫോണിലാണെങ്കിൽ ചാർജ് ചെയ്യാൻ ഞാൻ നിൽക്കില്ല. ഞാൻ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരാൾ നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. കുട്ടീനെ അമ്മ നോക്കൂ. അപ്പോൾ ഒറ്റയ്ക്കാക്കിയിട്ട് സൗണ്ട് വല്ല കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. നാളെ ദീപണ്ണ് വീട്ടിൽ പോകുമ്പോൾ മൈക്കും സ്റ്റിക്കൊക്കെ എടുത്തിട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്ളോഗും കാര്യങ്ങളും ചെയ്യാം. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല തോന്നുന്നു. ലൈറ്റ് ഉണ്ട്. അവിടെ ട്യൂബുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടെൻജോസ് കൈലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലയേറുന്ന നിർദ്ദേശത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ കമൻറ്റ് പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി തന്നെ കമൻറ്റ് പറയണം കേട്ടോ. 150 ആൾക്കാർ കാണുന്നുണ്ടല്ലോ. കൂടിപ്പോയി 300ൻ്റെ ചോടെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അത്ര ആൾക്കാർ വെറുതെ കണ്ടു പോവാതെ നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് പോവാം കേട്ടോ. ഞങ്ങൾ ഇഷ്ടമാണോ എന്നുണ്ടെങ്കിലെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഇഷ്ടമാണോ അല്ലേന്ന് നിങ്ങളൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസായിട്ട് പുതിയ ഭാവത്തിലും രൂപത്തിലും ഇപ്പോൾ വരൂല, എന്തായാലും എങ്ങനെയൊക്കെ വീഡിയോ നാളെയും വരും. അപ്പോൾ കാണുക, സപ്പോർട്ട് അറിയിക്കുക കേട്ടോ.